ഓക്കെ. ഇനി kth ടേം ഫ്രം എൻഡിന് എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എൻ മൈനസ് കെ. ടോട്ടൽ ടേംസ് എൻ ആണെങ്കിൽ എൻ മൈനസ് കെ പ്ലസ് വൺ ടേം ഫ്രം ബിഗിനിങ് എന്ന് പറയാൻ പറ്റും. പിന്നെ ടി എൻ ഇസിക്വൽ ടു ഓക്കെ ഇത് സീക്വൻസ് എന്താണ് ഇത് ലീനിയർ ടേം ആയതുകൊണ്ട് നമുക്ക് സീക്വൻസ് അരിത്മാറ്റിക് പ്രോഗ്രഷൻ ആണ്. കോമൺ ഡിഫറൻസ് എത്ര പറയാൻ കോമൺ ഡിഫറൻസ് 2 ആണ് വരാൻ. ഓക്കെ ജസ്റ്റ് എന്താ ടി എൻ മൈനസ് 1 ചെയ്താൽ കിട്ടും. ഓക്കെ അടുത്ത ഇതാണ് ഈ ഒരു സീക്വൻസ് വന്നിട്ട് ഹാസ് ലാർജസ്റ്റ് പോസിബിൾ സം ദ നമ്പർ ഓഫ് ടേംസ് ദാറ്റ് ഷുഡ് ബി ടേക്കൺ ഈസ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നോക്കുക 89/3 - 30 ദാറ്റ് ഇസ് -1/3 കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അങ്ങനെ കോമൺ ഡിഫറൻസ് തന്നിട്ട് ദാറ്റ് മീൻസ് ഇതൊരു ഡിക്രീസിങ് എ പി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ടി എൻത്ത് ടേം അയാൾ എപ്പോഴാണ് പോസിറ്റീവ് ആവാൻ നോക്കുക. ദാറ്റ് മീൻസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഫസ്റ്റ് ടേം ദാറ്റ് ഇസ് 30 പ്ലസ് n - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ദാറ്റ് ഇസ് -1/3 ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. എപ്പോഴാണ് ഏത് എന്നിനാണ് ഉണ്ടാവാൻ നോക്കാൻ. ഓക്കെ കാരണം പോസിറ്റീവ് സാധനങ്ങളുടെ സം ചെയ്താൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് ഇട്ടുള്ളൂ. എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത് അവിടുന്ന് നിർത്താൻ ആ ഒരു n ടേംസ് വരെ നിർത്താൻ എന്നിട്ട് ആ ഒരു ടേം വരെ പോസിറ്റീവായിട്ടുള്ള എല്ലാ ടേംസിൻ്റെയും സമ്മ്. അപ്പോൾ ആ എന്നിൻ്റെ വാല്യൂ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്നിൻ്റെ വാല്യൂ 91 ജസ്റ്റ് താട്ടും. 91 എന്ന് പറയുന്ന ടേം അത് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് വി കുഡ് സേ ദാറ്റ് n ഇസ് ഈക്വൽ ടു 90 അല്ലെങ്കിൽ 91 എന്ന് പറയുന്ന ടേംസിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും മാക്സിമം ഉണ്ടാവുക ഈ പറഞ്ഞ അരിത്തമാറ്റിക് പ്രോഗ്രഷന്. ഓക്കെ ഇഫ് ദി സീക്വൻസ് ഹാസ് 40 ടേംസ് ദ നമ്പർ ഓഫ് ഈവൻ ടേംസ് ഈസ് ഓക്കെ 20 ടേംസ് പകുതി ടേംസ് ഓടും 10 ടേംസ് ഈവൺ ആയിരിക്കും. ഇഫ് ദ സീക്വൻസ് ഹാസ് 49 ടേംസ് ഉണ്ട് ദെൻ ദി നമ്പർ ഓഫ് ഈവൺ നമ്പേർഡ് ടേം ഈസ് ഓക്കെ അത് എത്രയാണ് 49 ഒരെണ്ണം കൂട്ടാൻ. ഓക്കെ 49 ഒരെണ്ണം കൂട്ടി ദാറ്റ് ഇസ് 50. സോ 50/2 ദാറ്റ് ഇസ് 25 ഓഡ് ടേംസ് ഉണ്ടാവും. ബാക്കി 24 ഈവൺ ടേംസ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ സോ 3 നമ്പേഴ്സ് എ പിയിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ എഴുതാൻ ഒന്ന് എ പ്ലസ് ഡി എന്ന് എഴുതും. പിന്നെ അടുത്തത് a - d എന്ന് എഴുതും. ഓക്കെ ഇനി 4 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് 2d വെച്ച് പോവുക. ഓക്കെ അങ്ങനെ ഓർമ്മിക്കുമ്പോൾ a - 3d വരും. പിന്നെ a - d വരും. പിന്നെ a പ്ലസ് d വരും. പിന്നെ a പ്ലസ് 3d വരും. 2d വെച്ചിട്ട് കോമൺ ഡിഫറൻസ് പോകും. ഇനി 5 നമ്പേഴ്സ് ആണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ a വരും, a പ്ലസ് d വരും, a പ്ലസ് 2d വരും. അതേപോലെ ബാക്കോട്ടേക്ക് a പ്ലസ് 3d ആ രീതിയിൽ അങ്ങനെ തന്നെ പോകും. ഓക്കെ 5 നമ്പേഴ്സ് ആണെങ്കിൽ. 6 നമ്പേഴ്സ് ആണ് ഇപ്പം ചെയ്ത പോലെ എന്താണ് തുടക്കത്തിൽ a - 5d കോമൺ ഡിഫറൻസ് എത്രയാണ് പറയേണ്ടത് ഇവിടെ പോലെ തന്നെ 2d ആയിരിക്കും. സോ a - 3d ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളതെല്ലാം കണ്ടിന്യൂ ആവുന്ന പോലെ തന്നെ. ഓക്കെ ഇഫ് വി പിക്ക് എ ടേം ഇൻ എ പി എന്താണ് അറ്റ് എൻ ഇൻ്റർവെൽ 5 ഓക്കെ ദെൻ ദി പിക്ക് ടേംസ് വിൽ ഫോം എൻ എ പി. കറക്റ്റാണ് നമ്മൾ ഓരോ ഇൻ്റർവെൽ ആയിട്ട് പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എ പി തന്നെ ഫോം ആവും. പിന്നെ കോമൺ ഡിഫറൻസ് എത്രയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പിക്ക് ചെയ്തിട്ടുള്ള എ പിയുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഇൻ്റർവെൽ ലെങ്ത് ദാറ്റ് ഈസ് 5 ഇൻറ്റു നേരത്തെ എ പിയുടെ കോമൺ ഡിഫറൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഒറിജിനൽ കോമൺ ഡിഫറൻസ് ഡി ആയിട്ട് വിളിച്ച് 5d. ഓക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് എം n p. ഓക്കെ m പ്ലസ് n ഇസ് ഈക്വൽ ടു p പ്ലസ് q ആണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ടി എം പ്ലസ് ടി എൻ ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് പറയാം ടി പി പ്ലസ് ടി ക്യൂ എന്ന് പറയാൻ പറ്റും. ഗിവൺ ദാറ്റ് m പ്ലസ് n ഇസ് ഈക്വൽ ടു p പ്ലസ് ക്യൂ. ഓക്കെ ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതാ a1 പ്ലസ് a2 ഇസ് ഈക്വൽ ടു 10 എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് a1 പ്ലസ് a2 10 ആണ്. അപ്പോൾ ഇവ രണ്ടാളത് കൂട്ടി നോക്ക് 1 പ്ലസ് 12 13 അതാ m പ്ലസ് n 13. ഓക്കെ അപ്പോൾ രണ്ട് കൂട്ടിക്കാൻ 13 ഉള്ള ആൾക്കാരെല്ലാം സമ്മ സെയിം ആയിരിക്കും. അപ്പോൾ 13 ഉള്ള ആൾക്കാർ 3ഉം 10ഉം ഓക്കെ 10 3 13. അപ്പോൾ ഇവർ രണ്ടാളും സമ്മ സെയിം ആയിരിക്കും. ആരുമായിട്ട് ഇവരുടെ സമ്മ പോലെ തന്നെ 10 ഇവരുടെ രണ്ടാളും സമ്മ സെയിം ആയിരിക്കും. 7 6 13 തന്നെ. അപ്പോൾ ഇവർ രണ്ടാളും സമ്മ സെയിം ആണ്. ഇതുപോലെ തന്നെ 9 4 13. അപ്പോൾ ഇവർ രണ്ടാളും സമ്മ സെയിം ആണ്. അപ്പോൾ 3 ടൈംസ് 10 ദാറ്റ് ഈസ് 30 എന്ന് പറയാൻ പറ്റും. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ n ഈവൺ ഇൻറ്റീജർ. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ ഈവൺ ആണ്. ഓക്കെ പിന്നെ എന്താണ് ഈസ് ആൻ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ വിത്ത് കോമൺ ഡിഫറൻസ് 1 ആണ്. ഓക്കെ പിന്നെ ഓരോ ടേംസിന് n ടേംസ് വരെ a1 പ്ലസ് a2 പ്ലസ് a3 ഡാഷ് 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 an ടേംസിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 192 കൊടുത്തിട്ടുണ്ട്. ഓക്കെ പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത് a2 പ്ലസ് a4 അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടില്ല. അടുത്ത ഇത് കൊടുത്തിട്ടില്ല എന്ന് നോക്കി നോക്ക് a2 പ്ലസ് a4 പ്ലസ് ഡാഷ് 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 a2n എന്ന് പറയാൻ പറ്റും അല്ലേ. അതിൻ്റെ വാല്യൂ എത്ര കൊടുത്തിട്ടുള്ളത് 120 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമ്മളോട് കണ്ടെത്താൻ എന്താ പറഞ്ഞത് n ഈസ് ഈക്വൽ ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റാം ഇവ രണ്ടാളൊന്ന് പിടിച്ച് മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ മൈനസ് ചെയ്ത് നോക്കി ഇത് കട്ടാവുന്നുണ്ട്. ഇവിടെ ഇനി a4 വരും അല്ലേ a4 വരും അത് കട്ടാവും നോക്കി നോക്ക്. ബാക്കിയുള്ള വരുന്ന ഓഡ് ടേംസ് മാത്രം വരും a1 പ്ലസ് ഓഡ് നമ്പേർഡ് ടേംസ് a3 പ്ലസ് a5 ഡാഷ് 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 ഇപ്പോൾ ടോട്ടൽ ടേംസ് ഇത് n എന്നാണ് കേട്ടോ പറയേണ്ടത്. കാരണം നമ്മൾ പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് n ആണ് അത് ഈവൺ ആണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്താ വരാം n - 1th ടേംസ് വരെ കാരണം ഓഡ് ടേംസ് മാത്രമേ ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ അതിൻ്റെ വാല്യൂ ഇത്ര കിട്ടാൻ അത് 72 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഇതാണ് ഈവൺ നമ്പർ ടേംസിൻ്റെ സമ്മ്. ഇതെന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് ടേംസിൻ്റെ സമ്മ്. ഇനി ഇത് മൈനസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ
ഇത് മൈനസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നോക്കി ഇത് കോമൺ ഡിഫറൻസ്, ഇതും കോമൺ ഡിഫറൻസ്. ദാറ്റ് മീൻസ് എത്ര കോമൺ ഡിഫറൻസ്, ടോട്ടൽ നമ്പർ ഓഫ് എത്ര ടേംസ് ഉണ്ട്, ഇവിടെ n ടേംസ് ഉണ്ട്, അല്ല ഇവിടെ n ടേംസ് ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് n ആണ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഈവൻ ടേംസ് ഉണ്ട്, അത് n/2 ടേംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എത്ര ഓഡ് ടേംസ് ഉണ്ട്, n/2 ടേംസ് ഉണ്ട്. ദാറ്റ് മീൻസ് എനിക്ക് പറയാൻ പറ്റും n/2 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് ആണെന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, അപ്പം n/d/2 ദാറ്റ് ഈസ് 40 എന്ന് പറഞ്ഞിട്ട് d1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്നിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 96 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ A1 രീതിയിൽ തന്നിട്ടുണ്ട്, പിന്നെ A2 P ടേംസിൻ്റെ സം തന്നിട്ടുണ്ട്. A11/A10 ആണ് നടത്താൻ പറ്റുന്നത്. സോ ഞാൻ ഒന്നാമത്തെ മോളത്തെ സാധനം അത് എന്താണ്, ടോട്ടൽ ടേംസ് 10 ഉണ്ട്, 10/2. അപ്പോൾ എനിക്ക് തൽക്കാലം 5 എന്ന് പറയാം അല്ലേ. ടോട്ടൽ ടേംസ് 5 ഇൻറ്റു ഫസ്റ്റ് ടേം 2A1 പ്ലസ് n- ടോട്ടൽ ടേംസ് 10 ഉണ്ടായിരുന്നു. സോ 10 1 നോക്കുക 90. ദാറ്റ് ഈസ് ഈക്വൽ ഡിവൈഡഡ് ബൈ അടിയിൽ എന്താണുള്ളത്, അത് P ടേംസിൻ്റെ സം. ദാറ്റ് മീൻസ് P/2 ഇൻറ്റു 2A1 പ്ലസ് P-1 ഇൻറ്റു D. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ഈ പറഞ്ഞ റേഷ്യോയുടെ വാല്യൂ ദാറ്റ് ഈസ് ഗിവൺ എന്താ തന്നിട്ടുള്ളത്, 100 അപ്പോൺ p² തന്നിട്ടുണ്ട്. P ക്യാൻസൽ, ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് 50 ആവും. ഓക്കെ, അപ്പം ഇതെന്താവും 50 ആവും. ശരി, ഇത് കട്ടാക്കാൻ ഇത് 10 ആവും. അപ്പോൾ എല്ലാം കൂടിയിട്ട് എന്താവും, ഇത് പോയി എന്തായി, ഇത് 10 ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് A1. ശരി, നമുക്ക് എന്തായിരുന്നു കിട്ടേണ്ടത്, A11/A10 ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിന് കംപ്ലീറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഇവനെ മാത്രം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ് ഇത്, എന്താ പറയുക, A/2 അല്ല, ഒരു 2 കോമൺ എടുക്കുക അല്ലെ, എന്ത് ചെയ്യുക, 2 കോമൺ എടുക്കുക. 2 കോമൺ എടുക്കുക. അപ്പോൾ 2 കോമൺ എടുത്ത് രണ്ടും കട്ടാവും. സോ എനിക്ക് പറയാം A1 പ്ലസ് n/2 D വരുന്നുണ്ട്. ഓക്കെ, അടിയിലാണെങ്കിലോ A1 പ്ലസ് P-1/2 D വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ A11 ക്രിയേറ്റ് ചെയ്യുക. ആദ്യം A11 ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ A11 ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം, P-1/2 അതിൻ്റെ വാല്യൂ എന്താണോ അത് 10D ആവണം. ദാറ്റ് മീൻസ് അതിൻ്റെ വാല്യൂ 10 ആവണം. സോ P-1 ഇസ് ഈക്വൽ ടു 20 ആൻഡ് P ഇസ് ഈക്വൽ ടു 21 ആവണം. സോ പിയുടെ വാല്യൂ 21 ആണെന്ന് പറയും. അപ്പോൾ ഞാൻ മുകളിലത്തെ ടേം എക്സ് എന്ന് വിളിക്കുക തൽക്കാലം. എക്സ് ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് A11 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ 21. ആൻഡ് സിമിലർലി ഇവിടെ എനിക്ക് A എന്ത് കണ്ടെത്തണം, ഇതൊരു ഇക്വേഷൻ. സിമിലർലി എനിക്ക് ഇവിടെ എന്ത് വേണം, A10 കൂടി കണ്ടെത്തണം. ദാറ്റ് മീൻസ് എനിക്ക് പറയുന്നത് 10 കണ്ടെത്തണമെങ്കിൽ P-1/2 അതിൻ്റെ വാല്യൂ എത്ര ആണോ, 9 ആണ്. 10 നിന്ന് കുറച്ച്, ദാറ്റ് മീൻസ് P-1 ഇസ് ഈക്വൽ ടു 18 ആൻഡ് P ഇസ് ഈക്വൽ ടു എന്താവണം, 19 ആവണം. സോ P19 ആവണം. അപ്പോൾ മുകളിലത്തെ ടേം വീണ്ടും എക്സ്, ഈ പറഞ്ഞ ഇക്വേഷൻ തന്നെ P19 കൊടുക്കുക. സോ ഇവിടെ A10 വരും, ഇസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ പിയുടെ വാല്യൂ എത്ര, 19 വേണം. ഓക്കെ, എന്നിട്ട് ഞാൻ 1 ഡിവൈഡ് ബൈ 2 ചെയ്യും. 1 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ടാവും. എന്നിട്ട് എന്താ വരിക, A10 ഡിവൈഡ് ബൈ A11 ഇസ് ഈക്വൽ ടു ഇത് കട്ടാവും. സോ 19/21 എന്ന് വരും. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് A11 അപ്പോൺ A10 ആണ്. അതിൻ്റെ വാല്യൂ എനിക്ക് കിട്ടും 21/19 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A1 ഇത് എന്താണ് AP-യിലാണുള്ളത്. A5യുടെ വാല്യൂ 2A7 ആണ്. ദാറ്റ് മീൻസ് A5യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, A1 പ്ലസ് 4D അല്ലേ, A1 പ്ലസ് 4D ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര പറഞ്ഞിട്ടുള്ളത്, 2 ടൈംസ് A7 ദാറ്റ് ഈസ് 2 ഇൻറ്റു A1 പ്ലസ് 6D എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു A1 പ്ലസ് 4D ഇസ് ഈക്വൽ ടു 2A1 പ്ലസ് 6D എന്ന് പറയാൻ പറ്റും. ആൻഡ് 2D ഇസ് ഈക്വൽ ടു 2D പ്ലസ് A1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുവാണെങ്കിൽ അല്ലേ. അടുത്ത ഗിവൺ ഇൻഫർമേഷൻ നമുക്ക് മാനിപ്പുലേറ്റ്, ദാറ്റ് ഈസ് A1 ഇസ് ഈക്വൽ ടു 11 തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 11 ഇസ് ഈക്വൽ ടു A1 പ്ലസ് എത്രാമത്തെ ടേം ആയിരുന്നു അത്, സോറി A1 ഇസ് ഈക്വൽ ടു 18 ആണ്, സോറി. സോ 18 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് 10D എന്ന് പറയാൻ പറ്റും. സോ എന്ത് ചെയ്യും, ഈക്വേഷനും ഒന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ A1 പോവും. അപ്പം 8D ഇസ് ഈക്വൽ ടു എത്ര കിട്ടാൻ, 18 കിട്ടും. സോ D ഇസ് ഈക്വൽ ടു എത്ര കിട്ടാൻ, 9 കിട്ടും. ഓക്കെ, D 9 കിട്ടിയിട്ടുണ്ട്. D മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ, ഇല്ല, D 9 കിട്ടിയിട്ടുണ്ട്. സോ A1 പ്ലസ് 18 ഇസ് ഈക്വൽ ടു 0. സോ A1 ഇസ് ഈക്വൽ ടു മൈനസ് 18 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അല്ല ഇതിൻ്റെ വാല്യൂ തെറ്റിപ്പോയി. ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത് A1 ഇസ് ഈക്വൽ ടു, നമുക്ക് ഡിയുടെ വാല്യൂ 90 കിട്ടിയിട്ടുണ്ട്. സോ 18 ഇസ് ഈക്വൽ ടു A1 പ്ലസ് 10 ടൈംസ് ദാറ്റ് ഈസ് 90 ആൻഡ് A1 ഇസ് ഈക്വൽ ടു
-72 കിട്ടും. അപ്പോൾ A1ൻ്റെ വാല്യൂ -72 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്ര ഇൻഫോർമേഷൻ. ഇനി ഈ സാധനത്തിൻ്റെ വാല്യൂ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, 12 ഇൻറ്റു കുറേ സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊന്ന് റാഷണലൈസ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം റാഷണലൈസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ A√2 മൈനസ് A√11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മുകളിൽ √2 A10 മൈനസ് √2 A11 ഉണ്ടാവും. താഴെ A10 മൈനസ് A11 വരും, പ്ലസ് √A11 മൈനസ് √A12 ഡിവൈഡഡ് ബൈ A11 മൈനസ് A12 ഡാഷ് 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 പോകുന്ന പോലെ, അവരിങ്ങനെ പോകുന്ന പോലെ. ലാസ്റ്റ് ഇത്രയാണ് A√17 മൈനസ് √A18 ഡിവൈഡ് ബൈ A17 മൈനസ് A18 എന്ന രീതിയിൽ വരും. അപ്പോൾ താഴെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് കോമൺ ഡിഫറൻസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എത്ര കോമൺ ഡിഫറൻസ്, എത്ര ടേംസ് ഉണ്ട് ഇതേപോലത്തെ ഇവിടെയൊക്കെ കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന സംഭവം ആയതുകൊണ്ട് 12/d വരും. പിന്നെ ബാക്കിയുള്ളത് A√10. നമുക്കൊരു നോക്കി നോക്കി, ഇത് ക്യാൻസൽ ആവും, ഇത് ക്യാൻസൽ ആവും, ഇത് കുറച്ച് ക്യാൻസൽ ആവും. അപ്പോൾ ലാസ്റ്റ് വരുന്ന ബാക്കിയുള്ള സാധനങ്ങൾ √A10 √A18 ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് വരുന്ന ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏതൊക്കെയാണ്, √A18 മൈനസ് √A10 ആണ്. ഇനി സിമ്പിളായിട്ട് എന്താ കണ്ടെത്താനല്ലോ, A18ൻ്റെ വാല്യൂ കണ്ടെത്താനുള്ള ഇൻഫോർമേഷൻസ് അറിയാം. കാരണം ഫസ്റ്റ് ടൈം അറിയാം, പിന്നെന്താ കോമൺ ഡിഫറൻസ് അറിയാം, ഇതിൻ്റെയും കോമൺ ഡിഫറൻസ് ആ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ നോർമലായിട്ട് ഇൻഡു. അടുത്തൊരു പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതെങ്ങനെ ചെയ്യേണ്ടത് ഡയറക്റ്റ് പറഞ്ഞുതരാം. A1 AN ഇങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, ശരി. ഈ പറഞ്ഞ ടേംസിൽ, ഈ ടേംസിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഒരു സംഭവം എക്സ്ട്രാ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്താണ്, ഇവിടെ A1 പ്ലസ് AN എന്നുള്ള സാധനം കാണുന്നുണ്ട്. അപ്പോൾ A1 പ്ലസ് AN മോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് മുകളിലത്തെ സാധനം ഉള്ളോട്ടേക്ക് കൊടുക്കും. മുകളിലത്തെ സാധനം ഉള്ളോട്ടേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ശരി, ഇനി എന്താ പരിപാടി? ഇനി നമുക്കൊരു കാര്യം അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ ഉള്ളിൽ ഇതുണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ എന്താ പറയുക, കോഎഫിഷ്യൻസ് എന്താ പറയുക, അതിന് A1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടേം, AN എന്ന് പറഞ്ഞാൽ എന്നാമത്തെ ടേം. സോ അത് രണ്ടും ആഡ് ചെയ്താൽ ഒരു ടേം ഒരേ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് 1 പ്ലസ് n ഒരേ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഇപ്പം വേറെ എന്തെങ്കിലും ടേം, ഇപ്പം A3 പ്ലസ് AN-2, ഓക്കെ, രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, n+1. ഓക്കെ, അപ്പോൾ ഇത് n+1 n+1. അപ്പോൾ ഇത് രണ്ടിൻ്റെയും സമയത്ത് കിട്ടുന്ന സാധനം തന്നെയായിരിക്കും ഇത് രണ്ടും സമയം. അപ്പോൾ നമ്മൾ A1 പ്ലസ് AN എങ്ങനെ എഴുതും, മാറ്റി എഴുതും, ഇതിൻ്റെ ടേംസിലായിട്ട് എഴുതും. അപ്പോൾ എങ്ങനെ എഴുതാൻ, A1 പ്ലസ് AN നമ്മൾ A2 പ്ലസ് AN-1, അത് രണ്ടും സെയിം ആയിരിക്കും. കാരണം രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ n+1 ആണ് കിട്ടുന്നത്. അപ്പോൾ രണ്ടിന് n+1 കിട്ടുന്നുണ്ടെങ്കിൽ അവർ രണ്ടാളെ ആഡ് ചെയ്ത സമ്മ നമുക്കറിയാം. കാരണം വെച്ചാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഒരു സീക്വൻസിൽ നിന്ന് ഫസ്റ്റ് K ടേംസിൻ്റെ സമ്മും അതേപോലെ ബാക്കിൽ നിന്നുള്ള K ടേംസിൻ്റെ സമ്മും കോൺസ്റ്റൻ്റ് ആണ്. അതാണ് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇതിനൊക്കെ നമ്മൾ A2 പ്ലസ് AN-1 എഴുതും. ഇതിനെയാണെങ്കിലോ A3 പ്ലസ് AN-2 എന്ന രീതിയിൽ എഴുതും. അങ്ങനെ ഓരോന്ന് പോകും. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യും, ഓരോന്നിനും ഡിവൈഡ്. ഇപ്പോൾ 1/AN പ്ലസ് 1/A1 വരും, 1/AN-1, 1/A2, അങ്ങനെ എല്ലാം രണ്ട് ടേംസ് ആയിട്ട് വരും. എല്ലാം റിപ്പീറ്റ് ആവും, 2 പ്രാവശ്യം റിപ്പീറ്റ് ആവും. അതുകൊണ്ട് 2 ടൈംസ് A1 1/A1 പ്ലസ് 1/A2 അങ്ങനെ AN. അപ്പോൾ നമുക്ക് ഓൾറെഡി ദസ് പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇൻസേർട്ട് 20 AMs ബിറ്റ്വീൻ 4 and 7. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, AM നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ കോമൺ ഡിഫറൻസ് കിട്ടണം. അപ്പം ടോട്ടൽ 20 AMs ആണ്. അപ്പോൾ ടോട്ടൽ 22 ടേമാണ് 67. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് 4 പ്ലസ് 21 ഇൻറ്റു D. അപ്പം 63 ഡിവൈഡ് ബൈ 21, ദാറ്റ് ഈസ് ഈക്വൽ ടു D. സോ കോമൺ ഡിഫറൻസ് എത്ര കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് 3 കിട്ടിയല്ലോ, കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റ് ടേം 4 ആണ്. സോ 4 പിന്നെ 7, ഓക്കെ, പിന്നെന്താ വരിക 10, പിന്നെന്താ വരിക 13 ഡാഷ് 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 ഡാഷ്, അതിൻ്റെ പിന്നെ 67. അപ്പം ഇവിടെ മുതൽ ഇവിടം വരെ നമ്മൾ എത്ര 20 AMs അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. ഇഫ് P അരിത്തമാറ്റിക് മീൻ ആർ ഇൻസേർട്ടഡ് ബിറ്റ്വീൻ 5 and 41. ഓക്കെ, 5 and 41ൻ്റെ ഇടയിൽ എത്രയോ P അരിത്തമാറ്റിക് മീൻസ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ റേഷ്യോ വന്നിട്ടുണ്ട് A3 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ, ഫസ്റ്റ് ടേം പ്ലസ് 2D, ഓക്കെ, ഡിവൈഡഡ് ബൈ AP-1. അപ്പോൾ എങ്ങനെ എഴുതാൻ, AP-1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള Pൻ്റെ ടേം. അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, A3 എന്ന് പറഞ്ഞാൽ ഇത് ഉള്ളിലുള്ള ടേംസ് ആണ്, എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുള്ള ടേംസ് ആണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതാനിത്, ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് ഉള്ളിലുള്ള ആഡ് ചെയ്ത ടേംസ്. അപ്പോൾ ഇത് A1 വിചാരിച്ചോ, ഇത് A2 വിചാരിച്ചോ, ഇത് A3 വിചാരിച്ചോ. അപ്പോൾ ഇത് എത്രാമത്തെ ടേം ശരിക്കും പറഞ്ഞാൽ, ഇത് കണക്കുപ്രകാരം രണ്ടാമത്തെ ടേമാണ്, 5 കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേം. അപ്പോൾ ഇവിടെ എന്താ വരാൻ, നമ്മൾ ഇങ്ങനെ വരാൻ 5
പ്ലസ് 2d എന്നല്ല വരാൻ, സോറി 5 പ്ലസ് d എന്നല്ല വരാൻ. ഇവിടെ ആണെങ്കിലോ 5 പ്ലസ് 2d. അപ്പോൾ ഈ കോഎഫിഷ്യൻസിൻ്റെ ആ റേഷ്യോ തന്നെ വരുന്നത്. അങ്ങനെ ആകുമ്പോൾ A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പ്ലസ് 3d ആണ്. ഈവൻ തോ അത് ഫോർത്ത് ടേം ആയതുകൊണ്ടാണ് 3d വന്നത്. അങ്ങനെ ആകുമ്പോൾ A3നെ ഞാൻ ഈ പറഞ്ഞ 5 പ്ലസ് 3d എന്ന രീതിയിൽ എഴുതും. അതേപോലെ P-1th ടേമിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ ഒരു 5 പ്ലസ് P-1d, അതേ നമ്പർ തന്നെ, ആ കോഎഫിഷ്യൻ്റ് തന്നെ ആയിരിക്കും ഇവിടെയും വരാൻ ആ ഡീൻ്റെ മുകളിൽ. ഓക്കെ, അതിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 2/5 ആണ് ഒരു. ശരി, 2/5. നമുക്ക് ഈ പിയുടെ വാല്യൂ കണ്ടെത്താം, കാരണം എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടെത്താൻ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും? 25 പ്ലസ് 15d ദാറ്റ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 2 ഇൻറ്റു P-1 ഇൻറ്റു d എന്ന് പറയാൻ പറ്റും. ഓക്കെ, 25 പ്ലസ് 15d ദാറ്റ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 2P-2d എന്ന് പറയാൻ പറ്റും. ഡീസിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകും. ദാറ്റ് മീൻസ് 70d ഈസ് ഈക്വൽ ടു, ഇപ്പം ഇതാ നമുക്ക് 17d ഈസ് ഈക്വൽ ടു 2P-15 എന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഒരു ഇക്വേഷൻ. ഓക്കെ, ഇനി വേറെന്തോ ഒരു കാര്യം കിട്ടിയിട്ടുള്ളത്, ലാസ്റ്റ് ടേം എത്ര വന്നിട്ടുള്ളത്? 41 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 41 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം ആയിരിക്കും? T ടോട്ടൽ ടേംസ് ഇടയിൽ P ഉണ്ട്, സോ P+2th ടേം എന്ന് പറയാൻ പറ്റും അല്ലേ? ടോട്ടൽ ഇടയ്ക്കുള്ള ടേംസ് P ആണ്, പിന്നെ ഇവിടെ ഒരു ടേം ഉണ്ട്, ഒരു ടേം ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ ടേം എത്രാമത്തെ ടേം? P+2th ടേമാണ് ആര്? 41. ദാറ്റ് മീൻസ് ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് 5 പ്ലസ് P+1 ഇൻറ്റു D, കോമൺ ഡിഫറൻസ്, അതിൻ്റെ വാല്യൂ അറിഞ്ഞുകൂടാ, ദാറ്റ് ഈസ് ഈക്വൽ ടു 41. ഇവിടെ വേറൊരു ഇക്വേഷൻ കൂടി കിട്ടിയിട്ടുണ്ട്. എന്ത്? PD പ്ലസ് D പ്ലസ് 41 ഈസ് ഈക്വൽ ടു 41. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും എന്താണ്? പിയും ഡിയും റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ഇക്വേഷൻ കൂടി കിട്ടി. പിയും ഡിയും റിലേറ്റഡ് ആയിട്ട് വേറൊരു ഇക്വേഷൻ കിട്ടിയാണ്. അത് രണ്ട് സോൾവ് ചെയ്യുക, പിയുടെ വാല്യൂ കണ്ടെത്താം, അത് കിട്ടും. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെത്തേഡ് പറഞ്ഞാൽ A3 നോർമലായിട്ട് 5 പ്ലസ് 3d തന്നെ എഴുതാം. പക്ഷേ P-1 എങ്ങനെ എഴുതുമെന്ന് അറിയാമോ? P-1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ടേം, ഏത് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ടേമിനേക്കാളും ഒരു ടേം മുമ്പേ. ദാറ്റ് മീൻസ് ഇവിടെ ഫസ്റ്റത്തെ 41 ഉണ്ട്, പിന്നെ ഒരു ലാസ്റ്റ് ടേം ഉണ്ട്, പിന്നെ P-1 ടേം ഉണ്ട്. ദാറ്റ് മീൻസ് 41 2d കുറച്ച് കഴിഞ്ഞാൽ 41 - 2d അതാണല്ലോ P-1. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5. അപ്പോൾ ഇവിടെ ആകെ d മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് d കണ്ടെത്താൻ പറ്റും. പെട്ടെന്ന് d കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ, ഈ ഇക്വേഷനിൽ പിയും കൂടി കണ്ടെത്താൻ പറ്റും. അതാണ് മെത്തേഡ്. അടുത്ത നമ്മളിനി ജോമെട്രിക് പ്രോഗ്രഷൻ നോക്കുന്നു. ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് പ്രോഗ്രഷൻ തന്നെ. അവിടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോകാൻ. അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റേഷ്യോ നമ്മളൊരു കോമൺ റേഷ്യോ ആണ്. അപ്പോൾ ജോമെട്രി പ്രോഗ്രഷൻ ഇങ്ങനെ ഉണ്ടാവും. അടുത്ത ടൈമിൽ AR ആയിട്ട് മൾട്ടിപ്ലൈ, പിന്നെ ഒന്നുകൂടി R കൊണ്ട് AR² AR³ IR4 അങ്ങനെ പോകും. അപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ ഇത്. അപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ nth ടേം എങ്ങനെ എഴുതാൻ? അതിനെ എഴുതാൻ Tn ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇൻറ്റു R, കോമൺ റേഷ്യോ റേസ് ടു n-1. ഓക്കെ, ഇതാണ് nth ടേം. ഇനി R1 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഇൻക്രീസിങ് GP എന്ന് പറയാൻ പറ്റും. ഇനി R0-നും 1-നും ഇടയിലാണെങ്കിൽ നമുക്ക് ഡിക്രീസിങ് GP എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ട് R ഗ്രേഡ് 1-നേക്കാളും വലുതാണ്. ദാറ്റ് മീൻസ് കോമൺ റേഷ്യോ 1-നേക്കാളും വലുതാണെങ്കിൽ ഇതാ ഇൻക്രീസിങ് GPയും, ഇത് കോമൺ റേഷ്യോ 1-നേക്കാളും ചെറുത്, ഇവിടെ 1/2 ആണ് കോമൺ റേഷ്യോ, അപ്പോൾ ഡിക്രീസിങ് GP ആയിട്ട് കാണുന്നുണ്ട്. ഇനി ഏതെങ്കിലും GPയിൽ കോമൺ റേഷ്യോ 1 ആണെങ്കിൽ അതൊരു കോൺസ്റ്റൻറ്റ് GP ആയിരിക്കും. കാരണം ഫസ്റ്റ് ടേം തന്നെ ആയിരിക്കും അടുത്ത ടേമും അങ്ങനെ കാരണം 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യല്ലേ, അതുകൊണ്ട് തന്നെ. ഓക്കെ, ഇഫ് എനി GP R<0 then it is alternative GP. അഥവാ നമ്മുടെ കോമൺ റേഷ്യോ അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ GP ഏത് ടൈപ്പാണ്. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ എന്താ കോമൺ റേഷ്യോ -1 ആയിരിച്ചോ, അപ്പോൾ 2. ഓക്കെ, 2ൻ്റെ പേര് -1 മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ എത്രയാണ്? -2. ശരി, അടുത്ത -2 ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ എത്രയായി? 2i, പിന്നെ -2i, പിന്നെയും 2i, -2i. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇൻക്രീസിങ് ആണ് ഡിക്രീസിങ് ആണ്. ഇത് കുറച്ച് ഇൻക്രീസ് ആണെങ്കിലും കുറച്ച് ഡിക്രീസ് ആണെങ്കിലും അപ്പോൾ ഒരു ഓസിലേറ്റിംഗ് ടൈപ്പ് GP ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു GPയിൽ നെഗറ്റീവ് ടേംസ് മാത്രമേ ഉള്ളൂ. അന്നേരം നമുക്ക് എന്താണ്, കോമൺ റേഷ്യോ 0-ൻ്റെയും 1-ൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് പറയാം ഇൻക്രീസിങ് GP ആണ്. കാരണം ഇതിൻ്റെ ഇടയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവിൻ്റെ ആ സാധനത്തിൻ്റെ വാല്യൂ വൈസ് നോക്കുമ്പോൾ അത് കുറയുന്നുണ്ട്. നെഗറ്റീവിൻ്റെ വാല്യൂ വൈസ് കുറയുമ്പോൾ, മാഗ്നിറ്റ്യൂഡ് വൈസ് കുറയുമ്പോൾ പോസിറ്റീവിലേക്കല്ല പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇൻക്രീസിങ് GP എന്ന് പറയാൻ പറ്റും. ഇനി R>1 ആണെങ്കിൽ കൂടുതൽ നെഗറ്റീവിലേക്കും, അത് നമുക്ക് ഡിക്രീസിങ് GP എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾസ് ആയിട്ട് സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി GPയുടെ സം ഓഫ് ദി nth ടേംസ് ആദ്യം GP AR അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് സാർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഇക്വേഷൻ ഒരു R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, RS കൊണ്ട്. അപ്പോൾ എല്ലാ ടേംസും നേരത്തെ A ആയ ടേം ഇപ്പോൾ AR ആവും, നേരത്തെ AR ആയ ടേം ഇപ്പോൾ AR² ആവും. അങ്ങനെ നേരത്തെ AR⁻n-1 ആയ ടേം ഒരു R കൊണ്ട് വന്നപ്പോൾ ഇപ്പം AR⁻n രീതിയിലാവും. അതാണ് ഇവിടെ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമുക്ക്
സം ഓഫ് ദി nth ടേം ജി പി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ആർ മൈനസ് വൺ. ഇതാണ് സം ഓഫ് nth ടേംസ് ഓഫ് എ ജി പി എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അത് തിരിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. എ ഇൻറ്റു വൺ മൈനസ് ആർ റൈസ് ടു എൻ ഡിവൈഡ് ബൈ വൺ മൈനസ് ആറാണെങ്കിലും ഒരു കുഴപ്പമില്ല, അതും കറക്റ്റ് തന്നെയാണ്. കാരണം ഒരു നെഗറ്റീവ് എടുത്തിട്ട് ചെയ്യുന്നതല്ല, തിരിക്കുന്നതല്ലേ ഉള്ളൂ, വലിയ വ്യത്യാസം എന്താ. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആറിൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവാൻ പാടില്ല. കാരണം ആറിൻ്റെ വാല്യൂ ഒരിക്കലും 0 എന്നല്ല, ആറിൻ്റെ വാല്യൂ ഒന്നാമത്തെ കാര്യം ഒരു ജി പിയിലും ആറിൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് ഒരിക്കലും നോട്ട് പോസിബിൾ ആണ്. ഇനി ആറിൻ്റെ വാല്യൂ ഇവിടെ 1 ആവാൻ പാടില്ല. ഇവിടെ 1 ആയി കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആവും. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആറിൻ്റെ വാല്യൂ 1, കോമൺ റേഷ്യോയുടെ വാല്യൂ 1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ജി പി ആണ്. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് എല്ലാ ടേംസും എ ആണ്, അടുത്തത് എ ആണ്, അടുത്തത് എ ആണ്, അടുത്തത് എ. അപ്പോൾ ടോട്ടൽ n ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ അത് n a എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേറൊരു രീതിയിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് ജി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സം ഓഫ് n ടേംസ് ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം ഇൻറ്റു ആർ റൈസ് ടു n. ഒരു കാര്യം ചെയ്താൽ ഇങ്ങനെ എഴുതാം, 1 മൈനസ് ആർ റൈസ് ടു n. ഓക്കെ, ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് ആർ എന്ന് എഴുതാം. ഇനി എന്നിൻ്റെ വാല്യൂസ് ഇൻഫൈനൈറ്റ് ജി പിയിലേക്ക് പ്രൊവൈഡഡ് ദാറ്റ് -1 മുതൽ 1 വരെയാണ് നമ്മുടെ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നോക്കും -1 മുതൽ 1 വരെയാണ് ആറിൻ്റെ വാല്യൂ എങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രാക്ഷൻ ടൈപ്പ് ആയിരിക്കും അല്ലേ? എന്തായാലും ഫ്രാക്ഷൻ ടൈപ്പ് ആയിരിക്കും, പിന്നെ പോയിന്റ് ചില്ലറ രീതിയിലായിരിക്കും ആർ ഉണ്ടാവുക. പോയിന്റ് ചില്ലറ സാധനങ്ങൾ പവർ ഇൻഫിനിറ്റിയിൽ കൊടുത്തതിന് അത് ഏകദേശം എവിടത്തേക്ക് ടെൻഡ് ആവുന്നത് 0ലേക്ക് ടെൻഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ഞാൻ സം ഓഫ് ദി ഇൻഫിനിറ്റ് ടേംസ് ഇവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും r ടെൻസ് ടു 0ലേക്കാണ്, ആസ് പ്രൊവൈഡഡ് ദാറ്റ് r എവിടെ നിന്ന് എവിടം വരെയാണ് 1ൻ്റെയും -1ൻ്റെ ഇടയിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതങ്ങോട്ട് 0 ആവും. ദാറ്റ് മീൻസ് സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് ജി പി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇത് 0 ആകുമ്പോൾ 1 മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് a 1 മൈനസ് ആർ. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇക്വേഷൻ, റൈറ്റ്? ഇനി നമുക്ക് വാല്യൂസ് ഓഫ് ആറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആറിൻ്റെ വാല്യൂ -1 മുതൽ 1 വരെ ആണെങ്കിൽ കൺവേർജൻറ്റ് എന്നാണ് പറയുക. എന്തുകൊണ്ട് കൺവേർജൻറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഇത് ഈ പറഞ്ഞ -1 മുതൽ 1 വരെ ആറിൻ്റെ വാല്യൂ എങ്കിൽ നമുക്ക് പറയാൻ പറ്റും സം ഓഫ് ജി പി ഈസ് ഓൾവേസ് ഫൈനൈറ്റ്. എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കും. കാരണം -1 മുതൽ 1 വരെ എന്ന് വെച്ചാൽ എല്ലാം പോയിന്റ് വാല്യൂസാണ്. അപ്പോൾ എത്ര ഇൻഫിനിറ്റി ടേംസ് പോയാൽ പോലും അത് ഫൈനൈറ്റ് വാല്യൂ അതിൻ്റെ സം ആയിട്ട് വരുള്ളൂ. ഓക്കെ, ഇനി 1ന് ശേഷമാണെങ്കിലും 1ന് ശേഷം ആറിൻ്റെ വാല്യൂ 1ന് ശേഷം ഇൻക്ലൂഡഡ് 1 അടക്കം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. തൽക്കാലം 1 ഇൻക്ലൂഡ് ആണെങ്കിൽ 2 തൽക്കാലം ഞാൻ ഒരു ജി പി വരാണ്. അത് ഇൻഫിനിറ്റി വരെ പോയിക്കാൻ നമുക്ക് ഇൻഫിനിറ്റിയാണ് സമ്മ് വരാൻ. അല്ലെങ്കിൽ എന്താ 2 8 അല്ല 2 4 8 16 അങ്ങനെ 32 അങ്ങനെ പോയി കഴിഞ്ഞാലും എന്താണ് അത് ഇൻഫിനിറ്റി ആണെങ്കിൽ പോവാം. ഇനി -1ലേക്കാണെങ്കിലോ -1 ആണെങ്കിൽ എന്താണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചില സമയത്ത് ഇൻക്രീസിങ് ആവുക, ചില സമയത്ത് ഇൻക്രീസിങ് ആവും, ചില സമയത്ത് ഡിക്രീസിങ് ആവും. സോ നമുക്ക് അതിന് പറയാം ഓസിലേറ്റിംഗ് എന്ന് പറയും. കാരണം ചില സമയത്ത് നമ്മൾ ഒരു നെഗറ്റീവ് ഒരു പ്രാവശ്യം കൂടി നെഗറ്റീവ് അടിപൊളി അത് പോസിറ്റീവ്, ചിലപ്പം പോസിറ്റീവ് വാല്യൂ ചിലപ്പോൾ നെഗറ്റീവ് വാല്യൂ ആ രീതിയിലാണ് പോകാൻ. ഓക്കെ, പിന്നെ നമ്മൾ നോർമലായിട്ട് അരിത്തമാറ്റിക് പ്രോഗ്രഷനുള്ള പോലെ തന്നെ കേത്ത് ടേം ഫ്രം ദി എൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു n. ടോട്ടൽ ടേംസ് n ആണെങ്കിൽ n മൈനസ് കെ പ്ലസ് 1th ടേം ഫ്രം ബിഗിനിങ് എന്ന് പറയാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ വേറെ രീതി ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇപ്പോൾ ഉള്ള ജി പി ഉണ്ടാവുമല്ലോ, ആ ജി പിനെ എന്താ റിവേഴ്സ് ചെയ്യുക, തലയിരിച്ചിടുന്ന സമയത്ത് എന്താ കോമൺ റേഷ്യോക്ക് എന്താ സംഭവിക്കുക? കോമൺ റേഷ്യോ ഇപ്രാവശ്യം 1/r ആവും, റെസിപ്രോക്കലായി മാറും. വേറെ എന്താണ് ലാസ്റ്റ് ടേം എന്താ ഫസ്റ്റ് ടേം ആവും. എന്നാൽ അത് വെച്ചിട്ട് അവർ ഏത് കേത്ത് ടേം എത്രാമത്തെ ടേമാണ് ചോദിക്കുന്നത് ആ രീതി ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മുടെ അരിത്തമാറ്റിക് പ്രോഗ്രഷനുള്ള പോലെ തന്നെ എന്താണ് ലാസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റത്തെ കേ ടേം, ഫസ്റ്റ് എന്നുള്ള കേട്ട് ടേമും അതേപോലെ ലാസ്റ്റ് എന്നുള്ള കേത്ത് ടേമും രണ്ടും പിടിച്ച് ആഡ് ചെയ്തതിനാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഇട്ടാൽ അത് a+n എന്നാണ്. എന്താണ് a+l, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് ടി കെ ഫ്രം ബിഗിനിങ് നോക്കുക. ടി കെ ഫ്രം ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് a ഇൻറ്റു r റൈസ് ടു k മൈനസ് 1 എന്ന് വരും. ഇനി ടി കെ ഫ്രം ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തലയിരിക്കും, ടി കെ ഫ്രം ലാസ്റ്റ്. അപ്പോൾ തലയിരിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ലാസ്റ്റ് ടേം നമുക്ക് എൽ ഇൻറ്റു 1/r വരും. കാരണം ഇതെന്തായി കോമൺ റേഷ്യോ റെസിപ്രോക്കലായി. എന്നിട്ട് k മൈനസ് 1 രണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ? al എന്നാണ് കിട്ടാൻ. ദാറ്റ് മീൻസ് കേത്ത് ടേം ഫ്രം ബിഗിനിങ്ങും കേത്ത് ടേം ഫ്രം ലാസ്റ്റും പിടിച്ച് മൾട്ടിപ്ലൈ ചെയ്ത ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഇട്ട് അതിൻ്റെ വാല്യൂ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അരിത്തമാറ്റിക് പ്രോഗ്രഷൻ്റെ അഡീഷൻ പോലെ ഇവിടെ കൂടുതലും മൾട്ടിപ്ലിക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ വരുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആയിട്ട് ഇതാണ് നമ്മളൊരു എന്താണ് ജി പി എടുത്തിട്ടുണ്ട്. ജി പിയിൽ ഇതാ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം ഇത് എത്രയാണ്? ഇത് a1 a2 a3 a4 a5
A6. ഇപ്പോൾ കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ A1 A6ഉം ദാറ്റ് ഈസ് 1 + 6 അപ്പോൾ 7 വരുന്ന രീതിയിൽ. സോ A2 A5 കണ്ട 2 + 5 7, A3 A4 7 കണ്ട. ആ രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരേ വാല്യൂ കിട്ടുക. അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം ഇൻറ്റു ലാസ്റ്റ് ടേം ആയിരിക്കും. ഓക്കെ, 3 ടേംസ് ഇൻ GP എങ്ങനെ നമ്മൾ. അപ്പോൾ നമ്മൾ ജി പിയിലുള്ള എ പിയിൽ പറഞ്ഞ പോലെ തന്നെ 3 ടേംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് AR, അടുത്തത് A/R എന്ന രീതിയിൽ എഴുതും. ഇനി 4 ടേംസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. മറ്റേതിൽ കോമൺ ഡിഫറൻസ് 2D ആണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായിരിക്കും R² ആയിരിക്കും കോമൺ ഡിഫറൻസ്. ദാറ്റ് മീൻസ് ഇവിടെ AR³ ഉണ്ടാവും. പിന്നെ അടുത്ത എന്താണ് ഒരു R² കൊണ്ട് മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് A/R ഉണ്ടാവും. പിന്നെ അടുത്തത് A ഉണ്ടാവും. പിന്നെ AR ഉണ്ടാവും. 4 ടേംസ് ആയി. സോറി, ഇവിടെ R³ അല്ലേ, അപ്പം ഇവിടെ R³ വേണ്ടത്. കറക്റ്റ്, ശരി. ഈ രീതിയിൽ വരാൻ ഇവിടെ ആറും വേണം. R² അല്ലേ ഇതിന് തമ്മിലുള്ള. അതിന് 5 ടേംസ് ആണെങ്കിൽ നേരത്തെ പോലെ തന്നെ AR. ഇനി 6 ടേംസ് ആണെങ്കിൽ R/5 മുതൽ തുടങ്ങും. എല്ലാം കോമൺ ഡിഫറൻസ്, കോമൺ റേഷ്യോ, ദാറ്റ് ഈസ് R². ഓക്കെ, ആ കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി ഈച്ച് ടേം ഓഫ് ദ GP. ഓക്കെ, ഒരു GPയിലുള്ള എല്ലാ ടേംസും ഞാനൊരു പെർട്ടിക്കുലർ പവർ റേസ് ടു, ഇപ്പോൾ ഒരു കംപ്ലീറ്റ് GP ഉണ്ട്. എല്ലാ GPയും ഞാൻ റേസ് ടു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന GP ഒരു സെയിം GP തന്നെയാണ്. കിട്ടുന്ന GP എന്തായിരിക്കും? ഒരു GP തന്നെ ആയിരിക്കും. അല്ല, കിട്ടുന്ന വാല്യൂസ് എല്ലാം ഒരു GP തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കോമൺ റേഷ്യോക്ക് ഒന്ന് വ്യത്യാസം ഉണ്ടാവുക. നമ്മൾ ഏത് പവറിലാണോ കോമൺ ഈ പറഞ്ഞ എല്ലാ ടേംസിനും കൊടുത്ത് അതേ പവറിൻ്റെ ആയിരിക്കും കോമൺ റേഷ്യോക്കും ഉണ്ടാവുക. ഇനി എല്ലാ ടേംസും GP നമ്മൾ ഇന്ന് മൾട്ടിപ്ലൈ ഡിവൈഡ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടേംസും ഓക്കെ ഒരു മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്ത് ഏതോ ഒരു പർട്ടിക്കുലർ നമ്പർ, ഇപ്പോൾ ഇത് ഓക്കെ ഈ പർട്ടിക്കുലർ GPയിൽ നമ്മൾ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യുന്നുണ്ട് എല്ലാ ടേംസും. അപ്പോൾ എന്താ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള GPയും എന്താണ് സെയിം തന്നെയാണ്. റിസൾട്ടൻ്റെ GP ഒരു GP ആണ്. റിസൾട്ടൻ്റെ വാല്യൂസ് ഒരു GP തന്നെയാണ്. അതിൻ്റെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ നേരത്തെ അതേ കോമൺ റേഷ്യോന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇവർ രണ്ടാളും 2 GP ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, R1ഉം R2ഉം അവർക്ക് രണ്ടാൾക്കും കോമൺ റേഷ്യോ ഉണ്ട്. ഓക്കെ, അവർ രണ്ടാളും പിടിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടിൻ്റെ GPയുടെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ R1 × R2 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അതേപോലെ ഈ 2 GPകൾ ഞാൻ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള GPയുടെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ R1 / R2 എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അത് ഇത്രയേ ഉള്ളൂ. AP-യും GP-യും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം സാർ ഇവിടെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താണത് പോസിറ്റീവ് GP. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ APയിൽ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു പോയിന്റ് എടുത്ത് ആ പോയിന്റിൽ ലെഫ്റ്റോട്ടേക്ക് ഒരു കഥം പോയി റൈറ്റോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ഇപ്പോൾ വാല്യൂസ് 8 128. അപ്പോൾ 8 × 128 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ 32യുടെ സ്ക്വയറാ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദാറ്റ് മീൻസ് 8 × 128ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഈ കാര്യം മനസ്സിലാക്കുക. അതെങ്ങനെ ഇതിൻ്റെ എന്താണ് ഡെറിവേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വളരെ സിമ്പിളാണ്. ജസ്റ്റ് TK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് TK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് TR പൊസിഷൻ ആയിച്ചോ. അല്ല, ഇത് TR പൊസിഷൻ ആണെങ്കിൽ അല്ല അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് ഇത് കൺസെപ്റ്റ് ഇങ്ങനെ ഓർമ്മിച്ചാൽ അതിൻ്റെ ഡെറിവേഷൻ ഒന്നും നോക്കണ്ട. ഓക്കെ, ഏതായാലും സാർ പറഞ്ഞതാ. ഇപ്പം 5th ഇപ്പം നോക്കി A3 × A5 അത് എത്രയാണ് ഡൗട്ട് ഉണ്ടാവും. A3 × A5 അപ്പം ഇവരെ രണ്ടാളും നടുക്കായിട്ട് വരുന്ന 4 ആയിരിക്കും. അപ്പോൾ കറക്റ്റ് 4 ലെഫ്റ്റ് ഒരെണ്ണം പോയി റൈറ്റ് ഒരെണ്ണം പോയി. അപ്പോൾ രണ്ടാളും മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് A3 × A5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക? A4ൻ്റെ സ്ക്വയർ കണ്ട ആ രീതിയിൽ വരുന്നുണ്ട്.